നമസ്കാരം. പള്ളികളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലായിരുന്നു മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട മണിപ്പൂർ ക്രൈ ഓഫ് ദ ഒപ്രസ്ഡ് എന്ന ഡോക്യുമെന്ററി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളിയിൽ പ്രദർശിപ്പിച്ചത്. സാഞ്ചോപുരം പള്ളിയിലെ 100-ലേറെ വരുന്ന വേദപഠന വിദ്യാർത്ഥികൾക്ക് മുന്നിലായിരുന്നു പള്ളി വികാരി നിതിൻ പനവേലിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വൈദികനും ഒരു വിശ്വാസിയും തമ്മിൽ നടത്തിയൊരു സംഭാഷണമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. മണിപ്പൂരിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് കൃത്യമായി ഡേറ്റ് ഉൾപ്പെടെ എടുത്തു പറഞ്ഞാണ് വിശ്വാസി വൈദികനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒടുവിൽ ഉത്തരമില്ലാതായതോടെ വൈദികൻ സംഭാഷണം അവസാനിപ്പിക്കുകയായിരുന്നു. ആ ഓഡിയോ കേൾക്കാം. ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഫാദറെ, ഞാൻ ഫാദറിന്റെ ഒരു ഡോക്യുമെന്റ് പ്രദർശിപ്പിച്ചതായിട്ടൊരു കാര്യത്തെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ഫാദർ കഴിഞ്ഞ ദിവസം മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചിരുന്നല്ലേ? ഓക്കെ, അത് വളരെ നല്ല കാര്യം. ജനങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിപ്പെടണം. ഈ വിഷയങ്ങൾ ജനങ്ങളിൽ അതിനെപ്പറ്റി ഒരു എല്ലാ കുട്ടികളിലും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളിലും ഇത്തരം കാര്യങ്ങൾ എത്തണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഫാദറെ, എനിക്കൊരു ചെറിയൊരു ഡൗട്ട്. ഈ ഫാദർ ഹമാസിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണോ അതോ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന വ്യക്തിയാണോ? എന്താ ചോദിക്കാൻ കാര്യം? അല്ല, ഫാദറിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഹമാസ് ഒരു തീവ്രവാദ സംഘടനയല്ലേ? ആണല്ലേ? അവരാണോ ഈ നമ്മൾ ഇസ്രായേലിനെതിരെ ആദ്യം ഈ ഒരു വിഷയം ഉണ്ടാക്കിയത്? അല്ല, എന്തിനിപ്പോ ഞാൻ ആ വിഷയത്തെ പറ്റി സംസാരിക്കുക? ആ വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ മണിപ്പൂർ വിഷയം ആദ്യം 2023 മാർച്ച് 27 കോടതി വിധി വന്നത്. കോടതി വിധിയല്ല, കോടതിയിൽ നിന്നൊരു റിക്വസ്റ്റ് ആണ് വന്നത്. 1950 വരെ മെയ്റ്റികൾ ST പദവിയിൽപ്പെട്ട ഒരു കാറ്റഗറിയിൽപ്പെട്ടവരായിരുന്നു. 2012 മൻമോഹൻ സിംഗ് ഇവരെ ST പദവിയിലേക്ക് വീണ്ടും എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മണിപ്പൂർ സർക്കാരിന് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. ആ നിർദ്ദേശം പാലിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവരത് പൂഴ്ത്തിവെച്ചു. ആ 2012 ഇവർ കേസിന് പോയത്. 2023 അവർക്ക് ആ കേസിന് അനുകൂലമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇങ്ങോട്ട് വന്നു. നിർദ്ദേശമല്ല, ഒരു റിക്വസ്റ്റ് ആണ് വന്നത്. അത് മാർച്ച് 27 കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നത്. അപ്പൊ റിക്വസ്റ്റ് വന്നപ്പം സാധാരണഗതിയിൽ ആ ഇതിനോട് നമുക്ക് പ്രതികൂലമായിട്ടോ അനുകൂലമായിട്ടോ നിൽക്കാം. അങ്ങനെ പ്രതികൂലമായിട്ടാണെങ്കിൽ അതിന് മേൽക്കോടതിയിൽ പോവുകയല്ലേ സാധാരണഗതിയിൽ ചെയ്യുക. പക്ഷെ മറിച്ച് മണിപ്പൂർ എന്താ സംഭവിച്ചത് ഫാദർ? മണിപ്പൂർ സ്റ്റുഡന്റ് ഫെഡറേഷനും കുക്കികളും കൂടി ആദ്യം മെയ്റ്റികളുടെ വീടുകൾ കത്തിക്കുകയും 30ഓളം വീടുകൾ കത്തിക്കുകയും 4 പേരെ കൊല്ലുകയും ചെയ്തു. അത് വാർത്ത അന്ന് വന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇതിന് അത്രത്തോളം പ്രാധാന്യം വന്നില്ല. പിന്നീട് ഏപ്രിൽ മാസം പകുതിയോട് കൂടിയിട്ട് മെയ്റ്റികൾ ആയുധം ശേഖരിക്കുകയും തിരിച്ചടിയും തുടങ്ങി. ഈ തിരിച്ചടി തുടങ്ങിയപ്പോഴല്ലേ നമ്മൾ ഈ കാര്യം അറിഞ്ഞത്. ഡോക്യുമെന്ററിയിൽ ഫാദർ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഇത്തരം അതായത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഫിലിം പബ്ലിക്കായിട്ട് മറ്റു മതസ്ഥരെ ക്രിസ്ത്യൻ സ്കൂളുകളിലും ക്രിസ്ത്യൻ ബിഷപ്പുമാരും ഇതിന് താല്പര്യം കാണിച്ചപ്പം അതിന് അഗനിസ്റ്റ് ആയിട്ടൊരു ഇത് ഫാദറിന്റെ ഭാഗത്തുനിന്ന് മണിപ്പൂർ വിഷയം കൊണ്ടുപോയി. അങ്ങനത്തെ പ്രൊപ്പഗാണ്ട മൂവി കുട്ടികളെ കാണിക്കുന്നത് എന്തിനാണ്? ഏത്? അത് കേരളത്തിൽ നടന്ന ഒരു സംഭവം ആയതുകൊണ്ട്. എവിടെ നടന്ന സംഭവം? ഏത് ഫാദറെ? ഈ പത്രങ്ങളൊന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കേരളത്തിൽ എത്ര 2016 ഫാദർ അല്ല, അങ്ങനെ പോയല്ലേ? ഒന്ന് പറഞ്ഞിട്ട് പൂർത്തീകരിച്ചിട്ട് പോ ഫാദറെ. അതല്ല എന്റെ ഒരു ഇത്. അല്ല, കഴിഞ്ഞ വിഷയമല്ല. അപ്പൊ ഈ മണിപ്പൂർ വിഷയത്തില് കുക്കികൾ ആദ്യം മേത്തികളെ കൊന്നതും അവരുടെ 30ഓളം വീടുകൾ കത്തിച്ചതും എന്തിന്റെ ബേസിലായിരുന്നു എന്നുള്ള കാര്യം ഫാദറിന് മനസ്സിലായില്ലേ?